أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آله وصحبه أجمعين أما بعد كتاب المتفرد درس 2 ബാബ് സ്വലാ നിസ്കാരത്തിൻ്റെ ബാബ് വഹിയ അഫ്ളലുൽ ഇബാദാത്തിൽ ബദനിയത്തി കുല്ലിഹ വഹിയ ഈ നിസ്കാരം അഫ്ളലുൽ ഇബാദാത്ത് ആരാധനകളിൽ ഏറ്റവും ശ്രേഷ്ഠമാണ് അൽ ബദനിയത്തി ശാരീരികമായിട്ടുള്ള ബദൻ ശരീരമാണ് ബദനീയത്ത് എന്ന് പറഞ്ഞാൽ ശാരീരികം ശരീരം കൊണ്ട് ചെയ്യുന്ന അഥവാ ശാരീരികമായ ആരാധനകളിൽ ഏറ്റവും ശ്രേഷ്ഠമാണ് നിസ്കാരം. അഫ്ളലുൽ ഇബാദാത്തിൽ ബദനിയത്തി കുല്ലിഹ ശരീരം കൊണ്ട് ചെയ്യുന്ന എന്തൊക്കെ ആരാധനകളുണ്ടോ ആ ആരാധനകളിലെല്ലാം ഏറ്റവും ശ്രേഷ്ഠം നിസ്കാരമാണ്. ബഅദൽ ഇസ്ലാം ഇസ്ലാം ആശ്ലേഷണത്തിന് ശേഷം. ബഅദൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ബഅദ ദുഖൂലി ഫിൽ ഇസ്ലാം എന്നാണ്. ഒരാൾ ഇസ്ലാമിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് ഏറ്റവും ശ്രേഷ്ഠം ശരീരം കൊണ്ട് ചെയ്യുന്ന അമലുകളിൽ ഏറ്റവും ശ്രേഷ്ഠം നിസ്കാരമാണ്. ഇസ്ലാമിലേക്ക് പ്രവേശിക്കാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഏറ്റവും ശ്രേഷ്ഠമായ അമൽ ഇസ്ലാമിൽ പ്രവേശിക്കുക അഥവാ ഷഹാദത്ത് കലിമ ചൊല്ലുക എന്നതാണ്. യക്ഫുറു കാഫിറാകും മുസ്തഹില്ലു തർക്കിഹ ഇത് ഉപേക്ഷിക്കൽ ഹലാലാണ്. ഈ നിസ്കാരം ഫർളായ നിസ്കാരം 5 വക്ത് നിസ്കാരം ഫർളാണല്ലോ. ആ ഫർളായ നിസ്കാരം ഉപേക്ഷിക്കൽ അനുവദനീയമാണ്. അത് ഉപേക്ഷിച്ചാലും കുഴപ്പമൊന്നുമില്ല, അത് ഹലാലാണ് എന്ന് വിശ്വസിക്കുന്നവൻ കാഫിറാകുന്നതാണ്. അപ്പൊ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാനുള്ള ഒരു കാരണമാണ് എന്ത്? നിസ്കാരം ഉപേക്ഷിക്കൽ. 5 വക്ത് ഫർള് നിസ്കാരം ഉപേക്ഷിക്കൽ അനുവദനീയമാണ്. നിസ്കാരം ഉപേക്ഷിച്ച് ഗണിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല എന്ന് വിശ്വസിക്കുന്നവൻ, അങ്ങനെ വിശ്വസിച്ചാൽ അവൻ കാഫിറാണ്. ഇനി ഫസ്ലുൻ ഫിൽ വുദൂ. ഫസ്ലുൻ ഫിൽ വുദൂ ഇത് വുളൂഇനെ കുറിച്ച് അഥവാ അംഗസ്നാനത്തെക്കുറിച്ച്. അബ്ലൂഷൻ അതാണ് അംഗസ്നാനം. ശരീരത്തിലെ ചില അവയവങ്ങളിൽ മാത്രം വെള്ളം കൊണ്ട് കഴുകുകയും തടവുകയും ചെയ്യുന്ന പ്രവർത്തനം. അത് നിയ്യത്തോടു കൂടിയാകുമ്പോൾ അതിന് വുളൂ എന്ന് പറയും. വുളൂ അഥവാ അംഗസ്നാനം അതിനെക്കുറിച്ച് പറയുന്ന ഫസ്ലാണ് ഇത്. അപ്പോൾ ഫുറൂദുഹു സിത്തത്തുൻ വുളൂഇന്റെ ഫർദുകൾ, വുളൂഇന്റെ അതിൻ്റെ ഘടകങ്ങൾ, അത് വുളൂ ആകണമെങ്കിൽ അതിനാവശ്യമുള്ള കാര്യങ്ങൾ 6 എണ്ണമാണ്. 6 കാര്യങ്ങൾ അത് കൃത്യമായിട്ട് ചെയ്യുമ്പോഴാണ് ഒരാളുടെ വുളൂ, ഒരു അംഗസ്നാനത്തെ പറ്റി നമ്മൾ വുളൂ എന്ന് പറയാം. നമ്മളൊക്കെ വുളൂ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ നമ്മുടെ വുളൂഇൽ ഈ നിർബന്ധമായ 6 കാര്യങ്ങളും ഉണ്ടാകണം, എന്നാലേ അതിനെപ്പറ്റി വുളൂ എന്ന് പറയുള്ളൂ. അതിൽ ഭംഗം വന്നാൽ, അത് മിസ്സായാൽ അതിനെപ്പറ്റി പിന്നെ വുളൂ എന്ന് പറയില്ല. അൽ അവ്വലു ഒന്നാമത്തേത് നിയ്യത്തു അദാഇ ഫർളിൽ വുളൂഇ വുളൂഇന്റെ ഫർളിനെ ഞാൻ വീട്ടുന്നു എന്ന് നിയ്യത്ത് വെക്കലാണ്. നിയ്യത്ത് എന്ന് പറഞ്ഞാൽ മനസ്സിൽ കരുതുക, ഉദ്ദേശിക്കുക. വുളൂഇന്റെ ഫർളിനെ ഞാൻ വീട്ടുന്നു എന്ന് നിയ്യത്ത് വെക്കലാണ്. എപ്പോഴാണ് ഈ നിയ്യത്ത് വേണ്ടത്? ഇൻദ അവ്വലി ഗുസ്ലി ജുസ്ഇൻ മിനൽ വജ്ഹി മുഖത്തു നിന്ന് കഴുകുന്നതിന്റെ ആദ്യത്തിൽ തന്നെ ഈ നിയ്യത്ത് മനസ്സിൽ കരുതലാണ്. അപ്പോൾ വുളൂഇന്റെ ഫർളായ നിയ്യത്ത് വെക്കേണ്ടത് മുഖം കഴുകുന്ന സമയത്താണ്. അതിനു മുമ്പ് പല പ്രവർത്തനങ്ങളും വുളൂഇന്റെ ഭാഗമായി നമ്മൾ ചെയ്യുന്നുണ്ട്. ഉദാഹരണത്തിന് ആദ്യം ബിസ്മി ചൊല്ലുന്നു, പിന്നീട് നമ്മൾ മുൻകൈകൾ കഴുകുന്നു, വായിൽ വെള്ളം കുപ്പിളിക്കുന്നു, അതേസമയം തന്നെ മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുന്നു, മിസ്വാക്ക് ചെയ്യുന്നു. ഇങ്ങനെയുള്ള പല പ്രവർത്തനങ്ങളും ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ പ്രവർത്തനങ്ങളുടെ മുമ്പിൽ നിയ്യത്ത് വേണം. അതേത് നിയ്യത്താണ്? അത് വുളൂഇന്റെ സുന്നത്തിനെ ഞാൻ കരുതുന്നു എന്ന നിയ്യത്താണ്. അത് ആദ്യം വേണം, എന്നാലേ ആ കഴുകുന്നതിനൊക്കെ നമുക്ക് കൂലി കിട്ടുള്ളൂ. നമ്മൾ വുളൂ ഉണ്ടാക്കുന്നതിൻ്റെ മുമ്പ് ഇത് വുളൂഇന്റെ സുന്നത്താണ്, ഞാൻ വുളൂഇന്റെ സുന്നത്തിനെ ചെയ്യാണ് എന്നൊന്നും കരുതാതെ നമ്മൾ മുൻകൈ കഴുകി, വായിൽ വെള്ളം കുപ്പിളിച്ചു, മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റി, മിസ്വാക്ക് ചെയ്തു, ഇതൊന്നും നമ്മുടെ അക്കൗണ്ടിൽ വരില്ല. നമുക്കതിനൊക്കെ കൂലി കിട്ടണമെങ്കിൽ നിയ്യത്ത് വേണം. ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്. അപ്പോൾ വുളൂഇന്റെ ആദ്യത്തിൽ, തുടക്കത്തിൽ, ഏറ്റവും ആദ്യം വുളൂഇന്റെ സുന്നത്തിനെ ഞാൻ വീട്ടുന്നു എന്ന നിയ്യത്ത് നമ്മൾ മനസ്സിൽ കരുതണം. ഫർളിന്റെ നിയ്യത്ത് കരുതേണ്ടത്, വുളൂ എന്ന ഫർളിനെ അല്ലെങ്കിൽ വുളൂഇന്റെ ഫർളിനെ ഞാൻ വീട്ടുന്നു എന്ന നിയ്യത്ത് കരുതേണ്ടത് മുഖം കഴുകുന്നതിന്റെ ആദ്യത്തിലാണ്.
അപ്പൊ മുഖം കഴുകാൻ വേണ്ടി വെള്ളം നമ്മൾ രണ്ട് കൈകൊണ്ടും കോരി ആ വെള്ളം നമ്മൾ രണ്ട് കൈകൊണ്ടും കൊണ്ടുവന്ന് നമ്മുടെ നെറ്റിയുടെ ഏറ്റവും മുകൾ ഭാഗത്ത് മുടി മുളക്കുന്ന ആ സ്ഥലത്ത് അവിടെ വെച്ച് നമ്മൾ താഴേക്ക് വെള്ളം ഇങ്ങനെ അങ്ങോട്ട് ഒലിപ്പിക്കുകയാണ്. അപ്പൊ അതിന്റെ തുടക്കത്തിൽ തന്നെ വുളൂഇന്റെ ഫർളിനെ ഞാൻ വീട്ടുന്നു എന്ന നിയ്യത്ത് നമ്മൾ കരുതണം. അതിന്റെ ഇടയിൽ വെച്ചാണ് കരുതുന്നത് എങ്കിൽ അവിടുന്ന് ഇങ്ങോട്ടുള്ള കഴുകലേ എന്തായിട്ടുള്ളൂ, അത് ഫർള് വീടിയിട്ടുള്ളൂ. ഇനി അടുത്ത കഴുകൽ നമ്മൾ കഴുകുന്നതിൽ ആ മുകൾ ഭാഗമൊക്കെ നനഞ്ഞാൽ അപ്പോഴാണ് പിന്നെ ആ ഭാഗം പൂർത്തിയാവുക. ഒന്നുകൊണ്ട് അവസാനിപ്പിക്കുന്ന ആള്, ഒറ്റ കഴുകൽ കൊണ്ട് അവസാനിപ്പിക്കുന്ന ആള്, അയാള് മുഖം കഴുകുന്നതിന്റെ പകുതി എത്തിയപ്പോഴാണ് നിയ്യത്ത് വെച്ചതെങ്കിൽ അയാളെ വുളു ശരിയാവില്ല. കാരണം അയാളെ പകുതി മുഖേ നിയ്യത്തോടു കൂടി അയാൾ കഴുകിയിട്ടുള്ളൂ. അതേസമയം രണ്ടും മൂന്നും കഴുകലൊക്കെ കഴുകുന്നത് വുളുവിന്റെ നിയ്യത്തിന് ശേഷമാണെങ്കിൽ ഒന്നാമത്തേത് പൂർത്തിയാകാനുള്ള സ്ഥലം രണ്ടാമത്തെ കഴുകലിൽ പൂർത്തിയാകും. അപ്പൊ ഒന്നാമത്തെ ഫർള് വുളുവിന്റെ ഫർളിനെ ഞാൻ വീട്ടുന്നു എന്ന് മുഖം കഴുകുന്നതിന്റെ ആദ്യത്തിൽ കരുതലാണ്. മുഖത്തിന്റെ പരിധി സാധാരണഗതിയിൽ മുടി മുളക്കുന്ന സ്ഥലം മുതൽ രണ്ട് താടിയെല്ലുകൾ കൂട്ടിമുട്ടുന്ന സ്ഥലം വരെ, ഒരു ചെവിക്കുന്നി മുതൽ മറ്റേ ചെവിക്കുന്നി വരെ, ഇങ്ങനെ വൃത്താകൃതിയിലാണ് മുഖത്തിന്റെ പരിധി ഉള്ളത്. ഇനി വസാനി രണ്ടാമത്തേത് ഗസ്ലുൽ വജ്ഹി, മുഖം കഴുകലാണ്. ഒന്ന് നിയ്യത്ത് വെക്കുക, രണ്ടാമത്തേത് മുഖം കഴുകുക. നിയ്യത്ത് വെക്കുന്നത് മുഖം കഴുകുന്നതിന്റെ തുടക്കത്തിലാണ്. അപ്പോൾ ഒന്ന് നിയ്യത്തും രണ്ട് മുഖം കഴുകലും. അപ്പോൾ ആ മുഖം കഴുകലോടുകൂടി നിയ്യത്തും കൂടി വെക്കുമ്പോൾ രണ്ട് ഫർളുകൾ നമ്മൾ പൂർത്തിയാക്കി. വസാലിസു മൂന്നാമത്തേത് ഗസ്ലുൽ യദൈനി മഅൽ മിർഫഖൈൻ, രണ്ട് കൈകളും മുട്ടുൾപ്പെടെ കഴുകലാണ്. മിർഫഖ് മുട്ട്, കൈമുട്ടിനാണ് നമ്മൾ മിർഫഖ് എന്ന് പറയുന്നത്. അപ്പൊ മൂന്നാമത്തേത് രണ്ട് കൈകളും മുട്ടുവരെ കഴുകലാണ്. വറാബിഉ നാലാമത്തേത് മസ്ഹു ബഅദിർ റഅസി, തലയിൽ നിന്ന് അല്പം തടവലാണ്. അല്പം തടവൽ ഫർളാണ്, മുഴുവൻ തടവൽ സുന്നത്തുമാണ്. വൽ ഖാമിസു അഞ്ചാമത്തേത് ഗസ്ലുൽ റിജ്ലൈനി മഅൽ കഅബൈൻ, കാല് രണ്ടും ഞെരിയാണി ഉൾപ്പെടെ കഴുകലാണ്. രണ്ട് കാലും ഞെരിയാണി ഉൾപ്പെടെ കഴുകണം. അപ്പൊ കദമ്, നമ്മുടെ ഈ ഫൂട്ട്, അത് ഞെരിയാണി ഉൾപ്പെടെ എന്താവണം, കഴുകണം. വസാദിസു ആറാമത്തേത് അത്തർത്തീബു, ക്രമപ്രകാരം ചെയ്യലാണ്. ഈ പറഞ്ഞതൊക്കെ ക്രമപ്രകാരമായിരിക്കണം. ആദ്യം നിയ്യത്ത്, പിന്നെ മുഖം കഴുകൽ, പിന്നെ രണ്ട് കൈയും കഴുകൽ, പിന്നെ തലയിൽ നിന്ന് അല്പം തടവൽ, പിന്നെ രണ്ട് കാലും ഞെരിയാണി ഉൾപ്പെടെ കഴുകൽ. ഇത്രയുമാണ് വുളുവിന്റെ കർമ്മങ്ങൾ. ആറാമത്തേത് തർത്തീബാണ്, ക്രമപ്രകാരം ചെയ്യുക എന്നതാണ്. കമാ ദക്കർനഹു, മേലെ പറഞ്ഞതുപോലെ, നമ്മളിവിടെ പറഞ്ഞതുപോലെ ഈ തർത്തീബ്, ഈ ക്രമപ്രകാരം ചെയ്യലാണ് ആറാമത്തെ ഫർള്. ഇനി വലൗ ഇൻ ഗമസ, ഒരാൾ മുങ്ങിയാൽ, മുഹ്ദിസുൻ, അശുദ്ധിക്കാരനായ ഒരാൾ, ഒരു അശുദ്ധിയുള്ള ആള്, ചെറിയ അശുദ്ധിയുള്ള അല്ലെങ്കിൽ വലിയ അശുദ്ധിയുള്ള ഒരാൾ മുങ്ങി, ശുദ്ധിയില്ലാത്ത ഒരാൾ, അയാൾക്കാണ് നമ്മൾ മുഹദിസ് എന്ന് പറയാം. ബിനിയ്യത്തിൽ വുദൂഇ, വുദൂഇന്റെ നിയ്യത്തോടു കൂടി ഒരാൾ വെള്ളത്തിൽ മുങ്ങിയാൽ അജ്സഅഹു, അയാൾക്ക് മതിയാകുന്നതാണ് അത്. അനിൽ വുദൂഇ, വുദൂഇനെ തൊട്ട് ആ മുങ്ങൽ മതിയാകുന്നതാണ്. അപ്പോൾ ഒരാൾ കുളത്തില് മുങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ മുങ്ങിയതിന് ശേഷം ഞാൻ വുദൂഇനെ കരുതി, വുദൂഇന്റെ ഫർളിനെ ഞാൻ വീട്ടുന്നു എന്ന് നിയ്യത്ത് വെച്ചാൽ ഈ പറയപ്പെട്ട 6 കാര്യങ്ങളും, തർത്തീബ് ഉൾപ്പെടെയുള്ള, നിയ്യത്ത് മുതൽ തർത്തീബ് ഉൾപ്പെടെയുള്ള 6 കാര്യങ്ങളും ഇനി വെള്ളത്തിന്റെ അടിയിലിരുന്ന് ചെയ്യണമെന്നില്ല. അയാൾ മുങ്ങലോടുകൂടി, ആ നിയ്യത്ത് വെക്കലോടുകൂടി അയാൾക്ക് വുളു ഹാസിലാകുന്നതാണ്. ഒരാൾ കുളിയുടെ നിയ്യത്ത് വെച്ചുകൊണ്ടാണ് മുങ്ങുന്നതെങ്കിലോ, ഫർളായ കുളിയുടെ നിയ്യത്ത് വെച്ചുകൊണ്ടാണ് മുങ്ങുന്നത് എങ്കിലോ, അയാളുടെ നിയ്യത്തും അയാളുടെ വുളുവും കുളിയും അയാൾക്ക് അതുകൊണ്ട് തന്നെ മതിയാകുന്നതാണ്.